നിയമത്തിന്റെ അറിവില്ലായ്മ, മറ്റേ വലിയ തത്വമൊക്കെ പറയുമല്ലോ, ഇസ് നോട്ട് എക്സ്ക്യൂസ് എന്നൊക്കെ പറയും. ഇത് ഏത് കാലത്താ? ഇത് മോശയുടെ കാലത്താ. മോശയുടെ കാലത്ത് 10 നിയമം ഉണ്ടായിരുന്നുള്ളൂ. ആ 10 നിയമം ഉള്ളപ്പോൾ നമുക്ക് പറയാം കൊല്ലരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, ഇതൊക്കെ അറിയത്തില്ല എന്ന് നമുക്ക് പറഞ്ഞ് എസ്കേപ്പ് ആകാൻ പറ്റത്തില്ല. ഇന്നിപ്പം വലിയ കെട്ടിടങ്ങൾ നിറച്ച് നിയമപുസ്തകങ്ങൾ, അതിന് മാത്രം നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ഇഗ്നോറൻസ് ഓഫ് ദ ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ അതൊരുമാതിരി എന്തായാലും പറയണ്ടേ. അത് പക്ഷെ നമ്മളൊരു നിയമതത്വമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. പിന്നെ അതിനകത്ത് ചോദിക്കാനൊന്നും പറ്റത്തില്ല. നിയമം എല്ലാം പഠിച്ചിട്ട് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? നമ്മൾ ജീവിക്കുന്നത് നിയമം അനുസരിക്കാനല്ലല്ലോ. നമുക്ക് ജീവിക്കുമ്പോൾ കുറച്ച് നിയമങ്ങൾ അനുസരിക്കേണ്ടി വരുന്നു. ഇതൊരുമാതിരി എല്ലാം തലതിരിച്ചാണ് വെച്ചേക്കുന്നത്. ഇതൊക്കെ ഭയങ്കര എന്താ പറയാ, തുടക്കത്തിലെ പരിഹരിക്കേണ്ട ഒരു സാധനം, ഒരു മാറ്ററാണ്. ഞാൻ ഒരുപാട് ഇപ്പൊ നമുക്കിപ്പോ പബ്ലിക്കിന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബഡ്ജറ്റിന് മുമ്പ് അവരൊരു സജഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 3-4 years ആയിട്ട് ഞാൻ ഈ ഒരു സജഷൻ കൊടുക്കാറുണ്ട്. അതായത് എനിക്ക് ലോട്ടറിയുടെ കേസ് അങ്ങനെയാണ് കേട്ടോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത്. അതായത് ഇതൊരു ഈ ലോട്ടറി കാശിനെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം എപ്പോഴും കേൾക്കാറുണ്ട്. ആ പൈസ അടിച്ച ആളുടെ കയ്യിൽ അധികം കാലം നിൽക്കാറില്ല. വേറൊരു മാറ്റർ ഉള്ളത് കെന്നി, അതായത് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ലെസൺ ആണ്. അതായത് പെട്ടെന്ന് ഒരാൾക്ക് ഇത് ഈ ക്യാഷ് എങ്ങനെയാണെന്ന് മാനേജ് ചെയ്യാൻ അറിയാത്ത ഒരാളുടെ കയ്യിൽ പെട്ടെന്ന് പൈസ വരുമ്പോൾ ഇതെന്താ ചെയ്യാന്ന് അദ്ദേഹത്തിന് അറിയില്ല. നാശകോശമായിട്ട് പോയിട്ടിരിക്കുന്ന സമയത്താണ് ഇൻകം ടാക്സിന്റെ നോട്ടീസും കൂടി വന്ന് ഇനി 5 ലക്ഷം അടയ്ക്കണം, 6 ലക്ഷം അടയ്ക്കണം. പക്ഷെ ഇതിലൊരു ടെക്നിക്കൽ മാറ്റർ അപ്പുറത്തെ സൈഡിൽ ഒരൊറ്റ അമെൻമെന്റിൽ ക്ലിയർ ചെയ്യാവുന്ന ഒരു ചെറിയൊരു മാറ്ററാണ് വരുമെന്ന് വിചാരിക്കാം.